വെൽക്കം ഫ്രണ്ട്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോവാണ്. കഴിഞ്ഞ തവണ നമ്മൾ റോബറിയാണ് നോക്കിയത്. ഇന്ന് നമ്മൾ ഡക്കോയിറ്റി നോക്കുക. IPC സെക്ഷൻ 391 ആണ് ഡക്കോയിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡക്കോയിറ്റിയുടെ ഒരു ഡെഫിനിഷൻ കിടക്കുന്നത് റോബറിയുടെ ഡെഫിനിഷന്റെയും റോബറിയുടെ പണിഷ്മെന്റിന്റെ ഇടയ്ക്കാണ്. അതായത് 391-ലാണുള്ളത്. എനിവേ, നമുക്ക് ഡക്കോയിറ്റി എന്താണെന്ന് നോക്കാം. ഡക്കോയിറ്റി വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു IPC സെക്ഷനാണ്. കാരണം അതിനകത്ത് രണ്ട് കണ്ടീഷൻസ് മാത്രം വന്നു കഴിഞ്ഞാൽ എന്താണ് ഇത് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഡക്കോയിറ്റിയിലേക്ക് എത്തിക്കാം. ആ കണ്ടീഷൻസ് ഇത്രയേ ഉള്ളൂ. ഒന്ന്, there should be actual robbery or attempt to commit a robbery. ഒന്നുകിൽ ഒരു ആക്ച്വൽ ആയിട്ട് ഒരു റോബറി അവിടെ നടന്നിരിക്കണം, അതല്ലെങ്കിൽ എന്താണ് ഒരു അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റോബറി അവിടെ ഉണ്ടാവണം. ഇനി ഈ പറയുന്ന ആക്ച്വൽ റോബറിയോ ഒരു അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റോബറിയോ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണെന്നുള്ള വിഷയം. അത് 5 or more പീപ്പിൾ ആണ് ചെയ്തതെങ്കിൽ അതിനെ നമ്മൾ റോബറി എന്ന് വിളിക്കില്ല, അതിനെ ഡക്കോയിറ്റി എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡക്കോയിറ്റിയുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. ഡക്കോയിറ്റി മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ മാത്രം. ഒന്ന് എന്താണ്, ഒന്നുകിൽ അവിടെ ഒരു അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റോബറി ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ആക്ച്വൽ റോബറി ഉണ്ടാവണം. ഇനി അത് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് പീപ്പിൾ ആണ് നമ്മുടെ വിഷയം. നമ്പർ ഓഫ് പീപ്പിൾ എത്രയായിരിക്കണം? 5 or more പീപ്പിൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേര്, ആ ഒഫൻസിന്റെ പേര് റോബറി എന്നല്ല, അത് ഡക്കോയിറ്റിയാണ്. അപ്പോ 5 or more പേഴ്സൺസ് ഷുഡ് ബി എൻഗേജ്ഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു 5 or more പേഴ്സൺസ് ഉണ്ടാവേണ്ടതെന്ന് നോക്കാം. ഒന്നുകിൽ അവരെല്ലാവരും ഒരുമിച്ച് ഉണ്ടാവണോ, അതോ അവർ രണ്ടുപേരും മാറി നിന്നാൽ മതിയോ, അല്ലെങ്കിൽ അവര് സീനിൽ വേണ്ടേ? ഇങ്ങനെ ഒരു ഡൗട്ടാണ് നമ്മുടെ മനസ്സിൽ ഇനി വരാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ 5 or more പേഴ്സൺസ്, അതിന്റെ ഒരു കണ്ടീഷൻ നമുക്കിനി നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, all 5 persons need not actually commit the robbery or attempt to commit robbery. എന്ന് പറയുന്നത് എന്താണ്? ആ 5 പേരാണ്, അല്ലെങ്കിൽ 5 or 5-ൽ കൂടുതൽ ആൾക്കാരാണ് റോബറി ചെയ്യുന്നതെങ്കിൽ അവർ 5 പേരും കൂടെ ആ ഒരു സ്പോട്ടിൽ ഉണ്ടാവണ്ട, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് അത് അവിടെ വെച്ച് ചെയ്യണമെന്നില്ല. എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു ATM ആണ് നമുക്ക് കുത്തി തുറക്കേണ്ടതെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അത് ചെയ്യാൻ പോകുന്ന ഒരു ഒഫൻസ് ആയിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 5 or 5-ൽ കൂടുതൽ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 6 പേരുണ്ടെന്ന് വിചാരിച്ചു. ഈ 6 പേരും കൂടെ ഒരുമിച്ച് ATM-നകത്തോട്ട് കയറി അവർ ATM മെഷീൻ കുത്തി തുറന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? 6 പേര് അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും പോലീസ് പിടിക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ അറിയുകയൊക്കെ ചെയ്യും. സ്വാഭാവികമായിട്ട് അവർ എന്തായിരിക്കും ചെയ്യുന്നത്? ഒരാളായിരിക്കും മിക്കവാറും ആ ഒരു ATM മെഷീനകത്ത് ഇരിക്കുകയാണ്. ബാക്കി 5 പേരോ 6 പേരോ എന്ത് ചെയ്യും? അവർ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുകയോ അതിന്റെ തൊട്ടപ്പുറത്തൊക്കെ ആയിട്ട് നിൽക്കുകയോ, ആരെങ്കിലും വരുന്നു എന്ന് നോക്കാൻ. അത് മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ എന്താവുകയാണ്? അത് ഡക്കോയിറ്റി. അപ്പം ആ ഒരു സീൻ ഉണ്ടല്ലോ, അതായത് ആ റോബറി നടക്കുന്ന ആ ഒരു സീനിൽ ഇവർ 5 പേരുണ്ടായിരുന്നാൽ മതി. ആ ചെയ്യുന്ന ആള് ഒരാൾ ചെയ്താലും മതി. അതായത് കുത്തി തുറക്കുന്നത് എന്നുള്ള ഒരു ആക്ട് ചെയ്യുന്നത് ഈ 6 പേരിലോ 5 പേരിലോ ഒരാളായിരിക്കാം. പക്ഷെ ബാക്കിയുള്ളവർ എവിടെ ഉണ്ട്? ആ സീൻ ഓഫ് ഒക്കറൻസിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒഫൻസിന്റെ പേര് നമുക്ക് എന്ത് പറയാം? ഡക്കോയിറ്റി എന്ന് പറയാം. If total person actually engaged and persons present and aiding together amounts to 5 or more than, then it is a dacoity. അതായത് ഒരു എയ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക, പ്ലാൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് എന്താണ് വർക്ക്ഔട്ട് ആക്കി കൊടുക്കുക. ഇതെല്ലാം എയ്ഡിങ്ങിന്റെ ഒരു ഡെഫിനിഷനിൽ വരും. അപ്പൊ ഇവിടെ റോബറി, ഇപ്പൊ നമുക്ക് വീണ്ടും ATM-ന്റെ ഒരു എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കയറി തുറന്നെടുക്കുന്ന ആൾക്കാർ 1 or 2 ആയിക്കോട്ടെ, ബാക്കി വെളിയിൽ നിൽക്കുന്നവർ പലരും അത് എയ്ഡ് ചെയ്യാണെന്ന് പറഞ്ഞാൽ സത്യമല്ലേ? അവർക്ക് വേണ്ടി സപ്പോർട്ടിംഗ് ആയിട്ട് അവർ പുറത്ത് നിൽപ്പുണ്ട്. ആ സീൻ ഓഫ് ഒക്കറൻസ് ഉണ്ട്. അപ്പം ഈ സീൻ ഓഫ് ഒക്കറൻസിൽ നിന്ന് ഈ ചിലപ്പോൾ ഇത് ഒരാൾക്ക് തുറക്കാൻ അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ ഇയാൾക്ക് ഇതിനെ പറ്റി ഇത് ഓപ്പൺ ചെയ്യുന്നതേ അറിയില്ലായിരിക്കും ഈ കൂട്ടത്തിലുള്ള ഒരാൾ. പക്ഷെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? എയ്ഡ് ചെയ്തിട്ടുണ്ട് ഈ റോബറി നടക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു എയ്ഡിങ് മാത്രം മതി. എന്താണ്? അയാളുടെ ഒരു നമ്പറായിട്ട് നമ്മൾ കൂട്ടും. അങ്ങനെ എയ്ഡ് ചെയ്തവരുടെ എണ്ണം എന്താകും? 5 or more പോയാലും നമ്മൾ അതിനെ എന്ത് പറയും? ഡക്കോയിറ്റി എന്ന് പറയും. ഇനി നമുക്കുള്ളത് എന്താണ്? 391 ആണ് ഡക്കോയിറ്റിയുടെ ഒരു ഡെഫിനിഷൻ പറഞ്ഞെങ്കിൽ 395 തൊട്ടാണ് അതിന്റെ ഒരു പണിഷ്മെന്റ് പറയുന്നത്. 395 എന്താണ് പറയുന്നത്? Whoever commits dacoity shall be punished with imprisonment for life or with rigorous imprisonment for a term which may extend to 10 years. Imprisonment for life ആണ് അല്ലെ നമുക്കുള്ളതിൽ ടോപ്പായിട്ടുള്ള പണിഷ്മെന്റ്സിൽ ഒന്നാണ്. അതായത് ഏറ്റവും കൂടുതൽ കാഠിന്യമായ പണിഷ്മെന്റിൽ ഒന്നാണ് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്. ഇത് കഴിഞ്ഞാൽ പിന്നെ മേലുള്ള ഡെത്ത് പണിഷ്മെന്റ് മാത്രമാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓർ വിത്ത് റിഗറസ് ഇംപ്രിസൺമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിഗറസ് ഇംപ്രിസൺമെന്റ് ഉണ്ട്, സിമ്പിൾ ഇംപ്രിസൺമെന്റ് ഉണ്ട്.
അത് നമുക്ക് പിന്നീട് നോക്കാം, അതിലൊരു ഡെഫിനേഷൻ ആയിട്ട് തന്നെ വരുന്നുണ്ട്. എനിവേ റിഗറസ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഹാർഡ് ലേബർ ഒക്കെ നമുക്ക് ജയിലിൽ പോയാൽ ചെയ്യേണ്ടി വരും. ചുമ്മാ സുഖമായിട്ട് സെല്ലിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു പണിഷ്മെന്റ് ആണ് റിഗറസ് ഇംപ്രിസൺമെന്റ്. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഇനി നമുക്ക് 396 ആണ്. 396 പണിഷ്മെന്റ് ഫോർ ഡക്കോയിറ്റി വിത്ത് മർഡർ. ഡക്കോയിറ്റി ചെയ്യുന്ന സമയത്ത് മർഡറും കൂടെ ചെയ്യുകയാണെങ്കിൽ, അതാണ് നമ്മുടെ കണ്ടീഷൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഡെത്ത് ഓർ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ഓർ റിഗറസ് ഇംപ്രിസൺമെന്റ് ഫോർ എ ടൈം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10 years. ഫോർ എക്സാമ്പിൾ 397 റോബറി ഓർ ഡക്കോയിറ്റി വിത്ത് അറ്റംപ്റ്റ് ടു കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹർട്ട് ആണ്. 398 attempt to commit robbery or dacoity with when armed with deadly weapon. ഡെഡ്ലി വെപ്പൺ ആയിട്ട്, അതായത് ഡെഡ്ലി വെപ്പൺസ് എന്ന് ഉദ്ദേശിക്കുന്ന ഫോർ എക്സാമ്പിൾ തോക്ക്, കത്തി, അങ്ങനെയുള്ള മാരകായുധങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി ഡക്കോയിറ്റി ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ പണിഷ്മെന്റ് ഫോർ പ്രിപ്പറേഷൻ ടു കമ്മിറ്റ് ഡക്കോയിറ്റി. കണ്ടോ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചിലയിടത്ത് നമുക്ക് അറ്റംപ്റ്റ് ടു കമ്മിറ്റിന് വരെ ഒഫൻസ് ആയിട്ട് എടുത്ത് അതിന് പണിഷ്മെന്റ് പറഞ്ഞിട്ടുണ്ടാവും. പ്രിപ്പറേഷനും അതുപോലെ തന്നെയാണ്. പ്രിപ്പറേഷൻ ചെയ്താലും പണിഷ്മെന്റ് കിട്ടുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്തിനുണ്ട്, ഡക്കോയിറ്റിക്കുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഡക്കോയിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പ്രിപ്പറേഷന് പോലും പണിഷ്മെന്റ് ഉള്ളതാണ്. പിന്നെ പണിഷ്മെന്റ് സെക്ഷൻ 400 പണിഷ്മെന്റ് ഫോർ ബിലോങ്ങിങ് ടു ഗ്യാങ് ഓഫ് ഡക്കോയിറ്റ്സ്. അതും ശ്രദ്ധിക്കുക, ഗ്യാങ് ഓഫ് ഡക്കോയിറ്റ്സിന്റെ കൂടി നടന്നാൽ മതി, അതിനും ഒരു പണിഷ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇത് ഡക്കോയിറ്റി എന്ന് പറയുന്നത് ഒരു വളരെ സീരിയസ് ഒഫൻസ് ആയിട്ടാണ് IPC ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്താണുള്ളത്, പണിഷ്മെന്റ് ഫോർ ബിലോങ്ങിങ് ടു ഗ്യാങ് ഓഫ് തീവ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്യാങ് ഓഫ് ഡക്കോയിറ്റ്സ് ആണ്, ഇവിടെ ഗ്യാങ് ഓഫ് തീവ്സ്, അതായത് കള്ളന്മാർ, നമ്മൾ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ, തീവ്സ്, അവരുടെ കൂടെ നടന്നാലും പണിഷ്മെന്റ് പറയുന്നുണ്ട്. വീണ്ടും ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻ 402 പണിഷ്മെന്റ് ഫോർ അസംബ്ലിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് കമ്മിറ്റിംഗ് ഡക്കോയിറ്റി. ഡക്കോയിറ്റി ചെയ്യാൻ വേണ്ടി അവിടെ എവിടെയെങ്കിലും പോയി അസംബിൾ ചെയ്ത് നിന്നാൽ പോലും പണിഷ്മെന്റ് പറയുകയാണ് IPC. അപ്പൊ ഡക്കോയിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഈ ഡക്കോയിറ്റിയോടുകൂടി നമ്മളൊരു ഏരിയ കവർ ചെയ്യുകയാണ്, അതായത് തെഫ്റ്റ്, എക്സ്റ്റോർഷൻ, റോബറി, ഡക്കോയിറ്റി. ഇത് ഇത്രയും ലിങ്ക്ഡ് ആണ്. അപ്പൊ ഇത് കഴിവ് ഇത് പഠിക്കുമ്പോൾ തെഫ്റ്റ് ടു ഡക്കോയിറ്റി വരെ ഒരുമിച്ച് പഠിക്കാൻ നോക്കുക.